ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. പ്രാചീന ഇന്ത്യയെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. പ്രാചീന ഇന്ത്യയിൽ ശിലായുഗ കാലഘട്ടവും സിന്ധു നദീതട കാലഘട്ടവും ഉണ്ട്. അതിൽ ശിലായുഗ കാലഘട്ടത്തെ പറ്റി ഞാൻ മുമ്പേ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണുക. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സിന്ധു നദീതട സംസ്കാരത്തെ പറ്റിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. സിന്ധു നദീതട സംസ്കാരം ഹാരപ്പൻ സംസ്കാരം എന്ന പേരിലും അറിയപ്പെടുന്നു. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് സിന്ധു നദിയുടെ തീരത്തുണ്ടായ സംസ്കാരമായതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ വിളിക്കുന്നത്. ഏറ്റവും പഴക്കം ചെന്ന സംസ്കാരങ്ങളിൽ ഒന്നാണ് സിന്ധു നദീതട സംസ്കാരം. ഇപ്പോൾ സിന്ധു നദീതടം കുറച്ചു ഭാഗം പാകിസ്ഥാനിലും ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തുമാണ്. ഇപ്പോൾ ഈ സംസ്കാരം ഏറ്റവും കൂടുതലുള്ളത് ഹരിയാനയിലെ രാഗി ഗർഹി പ്രദേശത്താണ്, പിന്നെ ധോലാവീരയിലുമാണ്. ഈ സംസ്കാരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ചിട്ടയായ കെട്ടിട നിർമ്മാണത്തിന്റെ രീതിയാണ്. ഇവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് ക്രിസ്തുവിന് മുമ്പ് 3300 മുതൽ 1300 വരെയായിരുന്നു. ചെമ്പ് ഉപയോഗിച്ചുള്ള ഒരു ജീവിത രീതി അവർ മുമ്പോട്ട് കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത്. 5 മില്യൺ ജനസംഖ്യയുള്ള ഒരു സംസ്കാരവും കൂടിയാണ് ഇത്. റെക്ടാങ്കുലർ പാറ്റേണിലുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ നിർമ്മിച്ചിരുന്നത്. മിക്ക വീടുകളും 2 നില കെട്ടിടങ്ങളായിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ചുടുകട്ടയുടെ ലൈനിങ് ആണ്. ലോഹങ്ങളെ വേർതിരിച്ച് എടുക്കുന്ന കഴിവും ഇവർക്കുണ്ട്. മൃഗങ്ങളുടെ രൂപങ്ങൾ കൊത്തിവെച്ച സീലുകളും ഇവിടെയുണ്ട്. ഈ സംസ്കാരത്തിന് 3 കാലഘട്ടങ്ങളാണ് ഉള്ളത്: പ്രീ ഹാരപ്പൻ, ഹാരപ്പൻ ആൻഡ് പോസ്റ്റ് ഹാരപ്പൻ എന്നിവയാണ്. ഈ പ്രദേശം കൂടുതലും പാകിസ്ഥാനിലാണ്. എഞ്ചിനീയറിംഗിന്റെ കഴിവ് കൂടുതലുള്ള ജനവിഭാഗമാണ് ഇവരുടേത്. അന്നത്തെ ജനങ്ങളുടെ സൃഷ്ടികളുടെ അടുത്ത് പോലും ഇന്നത്തെ ജനങ്ങൾ എത്തില്ല എന്ന് തന്നെ പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.